ാണ് അറിവില്ലാത്തവരാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ. ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ അമലുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ. മക്കയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ. ഈ വർഷം അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട് അല്ലാ, നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. അതിന്റെ വഴികളെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ റമളാൻ ഞങ്ങൾക്ക് നാളെ നിന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കല്ലേ അല്ലാ. ഹറാമുകൾ കണ്ട് ഞങ്ങളുടെ റമളാനിനെ നീ ഫസാദാക്കി കളയല്ലേ അല്ലാ. കണ്ണുകളെ നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണി നീ വെറുതെയാക്കല്ലേ അല്ലാ. ഭക്ഷണവും അന്നപാനീയങ്ങളുമെല്ലാം ഉപേക്ഷിച്ചിട്ട് നോമ്പുകാരായ നിലയിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്തത്, പൊരുത്തപ്പെടാത്തത് കണ്ടാലോ ആസ്വദിച്ചാലോ നമ്മുടെ നോമ്പ് പോകുന്ന വഴി നമുക്ക് അറിയുകയില്ല. എത്രയോ ആളുകൾ അതേ മൊബൈൽ ഫോണുകളിലാണ്, റീൽസുകൾ കാണുകയാണ്, ഫേസ്ബുക്കുകൾ തുറന്നിട്ട് അന്യ പെണ്ണിന്റെ നഗ്നതകൾ കാണുകയാണ്, അന്യ പുരുഷന്റെ നഗ്നതകൾ കാണുകയാണ്. നോമ്പ് എങ്ങനെയാണ് പോകുന്നത്, ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്നറിയൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് ആ പട്ടിണി വെറുതെയാകൂലേ? അത് നോമ്പായി പരിഗണിക്കുമോ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതല്ലേ. എത്രയോ നോമ്പുകാരെ അവർക്ക് പട്ടിണിയല്ലാതെ വേറെ ഒന്നുമില്ല. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പക്ഷെ അവർക്ക് നോമ്പില്ല, അവര് പട്ടിണി മാത്രമാണ് അവർക്കുള്ളത്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കൊന്നുമില്ല, അവരുടെ ഹസനാത്ത് രേഖപ്പെടുത്തുന്നില്ല, അവരുടെ നോമ്പ് നോമ്പായി പരിഗണിക്കുന്നില്ല. അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ, നീ പെടുത്തല്ലേ അല്ലാ, നീ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ അറിവ് കേട് കൊണ്ടോ, ഞങ്ങളുടെ വിവരക്കേട് കൊണ്ടോ, ശൈത്വാനിന്റെ സാന്നിധ്യം കൊണ്ടോ, ശൈത്വാനിന്റെ ശർറ് കൊണ്ടോ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടോ ഞങ്ങൾ അനാവശ്യമായ വല്ലതും കണ്ടുപോയെങ്കിൽ, സംസാരിച്ചു പോയെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, മുഹമ്മദ് ഹാജിയുടെ ഉപ്പയും ഉമ്മയും മരിച്ചിക്കണ്. അല്ലാഹുവേ മുഹമ്മദ് ഹാജിയുടെ ഉപ്പയും ഉമ്മയും, സാധുവായന്റെ ഉപ്പ ഫൈസൽ ഹാജിന്റെ ഉപ്പയും ഉമ്മയും, ഭാര്യന്റെ ഉപ്പയും ഉമ്മയും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ അല്ലാഹുവേ അവരുമായി ബന്ധപ്പെട്ട് ആരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ, ഞങ്ങളെ മദനീയം പരിപാടി കണ്ടുകൊണ്ടുണ്ടായിരുന്നവർ,
അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതിയിരുന്നവർ, ഞങ്ങളുടെ കൂടെ ദിക്ർ ചൊല്ലിയിരുന്നവർ, ഞങ്ങളുടെ കൂടെ സ്വലാത്ത് ചൊല്ലിയിരുന്നവർ, ഞങ്ങളുടെ കൂടെ ഹദ്ദാദ് ചൊല്ലിയിരുന്നവർ, ഞങ്ങളുടെ കൂടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിരുന്നവർ, അല്ലാ കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചവർ, യാ അല്ലാഹ് ഈ റമളാനിൽ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത എത്രയോ 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 ആളുകൾ. അല്ലാഹുവേ, കഴിഞ്ഞ റമളാനിൽ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 23-ാം രാവിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതിയിരുന്നു, ദിക്ർ ചൊല്ലിയിരുന്നു, സ്വലാത്ത് ചൊല്ലിയിരുന്നു, ഹദ്ദാദ് ചൊല്ലിയിരുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിരുന്നു. പക്ഷേ ഈ റമളാനാകും അവര് നമ്മുടെ കൂടെയില്ല, 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ക്യാൻസർ രോഗമാണ്. യാ അല്ലാഹ്, എത്ര രോഗികളാണ്, എത്ര രോഗികളാണ്. നമ്മുടെ കൂടെയുള്ള സഹോദരന്റെ ഉപ്പയുടെ പെങ്ങളെ വലിയ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. എല്ലാ രോഗത്തിനും കാമിലായ ആജിലായ ശിഫാഇനെ നീ കൊടുക്കണേ അല്ലാ, ആ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ഒരേ സമയം ഗർഭം ഓപ്പറേഷൻ ചെയ്യണം, അതേ സമയത്ത് വാൾവ് ശസ്ത്രക്രിയ നടക്കണം, അതേ സമയത്ത് ഗർഭപാത്രം ഒഴിവാക്കണം. അല്ലാഹുവേ, എന്തൊരു വലിയ വിഷമത്തിലാണ് ആ സഹോദരി. അല്ലാഹുവേ, കുഞ്ഞിനെ നന്നായി പ്രസവിക്കാനും ആ കുഞ്ഞിനെ നന്നായി നോക്കാനും പോറ്റാനും ആ ഉമ്മക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മദനിയത്തിൽ പലപ്പോഴായി ഞങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, അതിന്റെ ഫലങ്ങളെല്ലാം പലപ്പോഴായി ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ഒരാളെ കണ്ടു, ഉപ്പളയിലുള്ളൊരു സഹോദരൻ. ആ സഹോദരന്റെ ജ്യേഷ്ഠന്, ആ സഹോദരൻ അദ്ദേഹം അതേ ഗോൾഡ് സൂക്കിൽ ഷോപ്പുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുമ്പ് നമ്മളോട് ഒരു മജ്ലിസിൽ വന്നിട്ട് ഒരു വിഷമം പറഞ്ഞിരുന്നു. സ്വന്തം മകന്റെ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, കുറെ മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഉസ്താദെ, അന്ന് പറഞ്ഞ വിഷയം റാഹത്തായിട്ടുണ്ട്, എന്റെ മോന്റെ രോഗം മാറിയിട്ടുണ്ടെന്ന് ഇന്ന് ഞങ്ങളോട് പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. അല്ലാഹുവേ, അങ്ങനെ ഞങ്ങളുടെ ദുആഇന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാ, ഖബൂലിയത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഇന്നലെ അബൂദാബിയിൽ നടന്ന പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അതിനുവേണ്ടി പ്രചാരണങ്ങൾ നടത്തിയവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നോമ്പ് നീ കബൂലാക്കണേ അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. നരകാവകാശികളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة